സി ദ മാനേജ്മെന്റ് നോസ് യു ക്യാൻ, ബട്ട് ഇവൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് പറയണം. അപ്പോൾ എവിടെ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ പറയണം എന്നാണ്. ദ മൂമെൻറ്റ് ഒരു സംഭവം മനസ്സിൽ ആയിക്കഴിഞ്ഞാൽ അത് ഇറ്റ് ബിക്കംസ് യുവർ ബിഹേവിയർ. വി ആർ നോട്ട് ഹിയർ ടു ഫൈൻഡ് ഫോൾട്ട്. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കുക. കാറിൽ എത്ര അഴുക്കുണ്ടെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സർവീസ് ചെയ്താൽ അത് ക്ലീനാണ്. അത് നമ്മൾ അകത്ത് കയറി അവൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം റിമൂവ് ആയി കഴിഞ്ഞാൽ ഐ കൻ ടെൽ യു അവൻ്റെ പെർഫോമൻസിൽ ഒരു 20 to 30% വ്യത്യാസമാണ്. വെൻ യു വർക്ക് വിത്ത് യുവർ മൈൻഡ് ഇറ്റ്സ് കോൾഡ് സ്മാർട്ട് വർക്ക്. അതിനെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. മൈൻഡിനൂടെ വർക്ക് ചെയ്യുമ്പോൾ സ്മാർട്ട്. മൈൻഡ് നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരത്തില്ല. പീപ്പിൾ ഷുഡ് കം ടു യു, അട്രാക്റ്റഡ് ടു യു, ട്രസ്റ്റിങ് യു. ഇതൊക്കെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. മെജോറിറ്റി ആൾക്കാർ ഫെയിലിയർ ആയിട്ട് ഇന്ന് നമുക്ക് പറ്റത്തില്ല എന്ന് പോവുകയാണ്. ആക്ച്വലി നമ്മുടെ പ്രോഗ്രാം അവർക്കാണ് വേണ്ടിയത്. प्यार का नाम मैंने सुना था मगर प्यार क्या है मुझको नहीं थी खबर. मैं तो उलझा रहा उलझनों की तरह, दोस्तों में रहा दुश्मनों की तरह. मैं दुश्मन तो नहीं मगर ऐसी जब से देखा मैंने तुझको मुझको दोस्ती आ गई. मैं शायर तो नहीं. വാവ്, സൂപ്പർ സാർ, സൂപ്പർ. വെരി നൈസ്, വെരി നൈസ്. ബിസോൾ ബിസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ബിസോളിൻ്റെ സ്വന്തം ഡോക്ടർ മാണി പോൾ. വെൽക്കം സാർ. താങ്ക് യു സാർ. ഒരുപാട് വർഷം ട്രെയിനിങ് മേഖലയിൽ എക്സ്പെർട്ടൈസ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. ഹ്യൂമൻ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ബിസിനസ്സും ഹ്യൂമൻ മൈൻഡും കോ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള വ്യക്തി കൂടുതൽ സക്സസ് ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് ട്രെയിനിങ്ങും ബിസിനസ്സും ഹ്യൂമൻ മൈൻഡിൻ്റെ പൊട്ടൻഷ്യൽ ഇനിയും എത്രമാത്രം യൂസ് ചെയ്യണമെന്നാണ് സാറിൻ്റെ അഭിപ്രായം? അല്ലെങ്കിൽ ഒരാളുടെ ഹ്യൂമൻ പൊട്ടൻഷ്യൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ യൂട്ടിലൈസ് ചെയ്താൽ തന്നെ വലിയ സ്ഥലത്തെത്തും. ഐ അപ്രോച്ച് ബിസിനസ് ഹൗസസ് കോൾ മീ ആൻഡ് അവർ വിളിക്കാൻ അവർ കാരണം എന്ന് പറഞ്ഞാൽ ദേ വാണ്ടഡ് ദെയർ ടീംസ് ടു തിങ്ക് ബിഗ്. കാരണം മാനേജ്മെൻറ്റ് വലിയത് തിങ്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ദേ വാണ്ട് ദ ടീം ടു തിങ്ക് ബിഗ്. അപ്പോൾ ദേ വാണ്ടഡ് ദീസ് പീപ്പിൾ ടു ചേഞ്ച്. അപ്പോൾ അവർക്ക് മാറണം, നീ മാറി ചിന്തിക്കണം എന്നാണ് അവർ നമ്മളെ പോലെ ആൾക്കാരൊക്കെ വിളിക്കുന്നത്. അപ്പോൾ എവിടെയാണ് മാറേണ്ടത്? ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പയ്യനെ വിളിച്ചിട്ട് നെക്സ്റ്റ് മന്ത് യുവർ ടാർഗറ്റ് ഈസ് 4 crores എന്ന് പറഞ്ഞാൽ ഓക്കെ സാർ എന്ന് പറയും. ഈവൻ ഓക്കെ എന്ന് പറയുമ്പോൾ അകത്തുനിന്ന് എവിടെ എന്ന് പറയും. എന്താണ് അകം എന്ത് പറയും? എവിടെ എന്ന് പറയും. ഇപ്പം നമ്മൾ ഒരാളെ നോക്കി ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പോൾ അകത്തുനിന്ന് ഇവനൊക്കെ വെച്ചിട്ടുണ്ടോടാ എന്ന് പറയും. അകം വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അകം എന്താ പറയുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. പുറം എന്ത് വേണമെങ്കിലും പറയും. അത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളു അകം എന്താണ് പറയുന്നതെന്ന് അറിയാം. അല്ല, വെറുതെ അകം എപ്പോഴും സംസാരിക്കും. അകം ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഈ അകത്തിനെയും പുറത്തിനെയും സിങ്ക്രണൈസ് ചെയ്യിക്കണം. രണ്ടിനെയും നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാൽ, കാരണം അകം പുറത്തുനിന്ന് എൻ്റെ ടാർഗറ്റ് ഇപ്പോൾ 2 crores എന്ന് പറയുമ്പോൾ ഇവനെന്താ വിചാരിക്കുന്നത്? പറ്റത്തില്ല എന്ന് അകത്ത് അവൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് 2 crores അടുത്ത് എത്തില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാനേജ്മെൻറ്റിന് അറിയാം ഇവന് കഴിവുണ്ടെന്ന്, അല്ലെങ്കിൽ ഈ പൊട്ടന് അറിയില്ലായിരിക്കും അവന് കഴിവുണ്ടെന്ന്. സി ദ മാനേജ്മെൻറ്റ് നോസ് യു ക്യാൻ, ബട്ട് ഇവൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് പറയണം. അപ്പോൾ എവിടെ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ പറയണം എന്നാണ്. അപ്പോൾ അതിനാണ് നമ്മുടെ അമ്മയും അച്ഛനൊക്കെ നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ചോദിക്കും. ഇപ്പോൾ ലിസി അടുത്ത് തന്നെ അമ്മയൊക്കെ ചോദിച്ചു കാണും, മനസ്സിലായോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ആണോ അല്ലേ? തീർച്ചയായും. ഈ മനസ്സിലായോ എന്നുള്ളതും അമ്മയ്ക്ക് എന്താണെന്ന് അറിയില്ല. ഈ വാക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു പറയും. കൊച്ചിൻ്റെ അടുത്ത് ആ ശ്രദ്ധ എന്ന് പറഞ്ഞാലേ വാക്കറിയില്ല. ആ കൊച്ചിൻ്റെ അടുത്ത് ശ്രദ്ധിച്ചിരിക്കുന്നു പറയും. അവൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്താണ് ശ്രദ്ധ, എന്താണ് മനസ്സിൽ? കാരണം ഒരു സംഭവം തലയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ അനക്കില്ല. തലയിലാവുന്ന കാര്യങ്ങളൊന്നും നമ്മളെ അനക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ മൂവ്മെൻറ്റിൽ വരത്തില്ല, ബിഹേവിയറിൽ വരത്തില്ല, അത് നമ്മുടെ ഹാബിറ്റിൽ വരത്തില്ല. ബട്ട് എനിത്തിങ് വിച്ച് ഗോസ് ഇൻ ടു ദ മൈൻഡ്. അപ്പോൾ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ ആയാൽ, ദ മൂവ്മെൻറ്റ് ഒരു സംഭവം മനസ്സിൽ ആയിക്കഴിഞ്ഞാൽ അത് ഇറ്റ് ബിക്കംസ് യുവർ ബിഹേവിയർ. ബിക്കോസ് മൈൻഡ് മൂവ്സ് മാറ്റർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾ അനക്കുന്നത് മനസ്സാണ്, തലയല്ല. അപ്പോൾ അതാണ്, എനിക്ക് തലയിൽ ധൈര്യം ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സിൽ ധൈര്യം ഇല്ലെങ്കിൽ നാം രാത്രി പുറത്തിറങ്ങത്തില്ല.
മനസ്സിൽ പേടിയാണെങ്കിൽ തലയിൽ വലിയ കാലത്ത് വന്നിട്ട് ഭയങ്കര സംഭവമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് രാത്രി മനസ്സിൽ ഭയം ഉണ്ടെങ്കിൽ പുറത്തും തന്നെ പോകത്തില്ല. അപ്പോൾ നമ്മളറിയണം മനസ്സ് ഭയത്തിനെ മാറ്റണമെങ്കിൽ മനസ്സിനെ മാറ്റാവും. ഇതേപോലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാം. ബിസിനസ് ആയിക്കോട്ടെ, പഠിക്കുന്നതായിക്കോട്ടെ, എല്ലാം. ഇപ്പം നമ്മുടെ കുട്ടികളുടെ മുഖം എന്നാണ് ഹാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സിമ്പിളായിട്ട് പറയും എന്താണ് ഹാപ്പി. നമ്മുടെ പഠിക്കുന്ന കാലത്ത് എന്നാണ് ഹാപ്പി? വെള്ളിയാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ? തിങ്കളാഴ്ച കാലത്ത് നമ്മൾ ഹാപ്പി ആയിരുന്നോ? ഒരിക്കലല്ല. തമിഴ് അതിന് പറയുന്നത് അകറ്റിൻ്റെ അഴക് മുഖത്തിൽ തെറിയും. അകം എന്ന് വെച്ചാൽ അകത്തിൻ്റെ അഴക് മുഖത്ത് വരും എന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖം എന്നുള്ളത് മനസ്സിൻ്റെ കണ്ണാടിയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിന് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇത് മുഖമായിട്ടല്ലേ ഇരിക്കുന്നത്. തിങ്കളാഴ്ച കാലത്ത് അതിൻ്റെ പേര് മോന്ത എന്നാണ്. എന്താണ് അത്? മോന്തയാണ്. അച്ഛൻ്റെ ഏകദേശം അത് തന്നെയായിരിക്കും. തിങ്കളാഴ്ച കാലത്ത് ആകുമ്പോൾ അദ്ദേഹത്തിന് ഇനി 6 ദിവസം അദ്ദേഹത്തിനും പോകണം, ഇവന് 6 ദിവസം പഠിക്കണം നിങ്ങൾ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ബോഡി ലാംഗ്വേജിൽ ഐ എം എ ട്രെയിനർ ഓൺ ബോഡി ലാംഗ്വേജ്, മൈക്രോ എക്സ്പ്രഷൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇൻക്ലൂഡിങ് ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു മുഖം കാണുമ്പോൾ തന്നെ ഒരു വർക്ക് ഓഫീസിൽ ഒരുത്തൻ അവർ മുഖം കാണുമ്പോൾ നമുക്കറിയാം അവൻ അവിടുത്തെ കമ്മിറ്റഡ് ആണോ നോൺ കമ്മിറ്റഡ് ആണോ എന്ന് നമുക്ക് അറിയാം. ഇപ്പം നമ്മുടെ ജോലി കുറ്റം കണ്ടുപിടിക്കുന്നതല്ല. വി ആർ നോട്ട് ഹിയർ ടു ഫൈൻഡ് ഫോൾട്ട്. നമ്മുടെ മുമ്പിൽ വന്ന് ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കുക. കാറിൽ എത്ര അഴുക്കുണ്ടെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സർവീസ് ചെയ്താൽ അത് ക്ലീനാണ്. അപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന 3 മണിക്കൂർ കൊണ്ട് ഒരു സർവീസ് ചെയ്യുന്ന പോലത്തെ പണിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരേ വ്യത്യാസം, നമ്മൾ ദേഹമല്ല കഴുകുന്നത്. അഴുക്കെന്ന് പറയുന്ന അകത്താണ് ഉള്ളത്. പേടി, വെപ്രാളം, അസൂയ, മടിയൻ. എന്താണ് മടിയൻ? എല്ലാവരും മുമ്പിലും ഭയങ്കര ആക്ടിങ് ആക്കും, പണിയെടുക്കത്തില്ല. അപ്പോൾ ഇതൊന്നും അവൻ്റെ മോശമല്ല, ഇത് അവൻ്റെ ഒരു ഹാബിറ്റായി മാറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ അകത്ത് പോയി പറയുന്ന രീതിയിൽ ഈ സംഭവത്തിന് നമ്മൾ പറഞ്ഞാൽ, തമിഴിന് നെത്തിയടി എന്ന് പറയും. എന്താണ് ഇവിടെ? ഇത് ലോഡിങ് ഏരിയ ആണ്, അതുകൊണ്ടാണ് നെറ്റിയിൽ അടിക്കും എന്ന് പറഞ്ഞാൽ 8000 കൊല്ലം പഴക്കമുള്ള ഭാഷയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരു വാക്കിനൊക്കെ അർത്ഥം ഉണ്ടാകും. നെറ്റി എന്ന് വെച്ചാൽ ലോഡിങ്. ഇത് പീനിയൽ പിറ്റ്യൂട്ടറി എന്നൊക്കെ പറയുന്ന പോലത്തെയാണ്. അത് നമ്മൾ അകത്ത് കയറി അവൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം റിമൂവ് ആയി കഴിഞ്ഞാൽ ഐ കൻ ടെൽ യു അവൻ്റെ പെർഫോമൻസിൽ ഒരു 20 to 30% വ്യത്യാസം വരും. കാരണം അതിൻ്റെ അകത്ത് പിന്നെ അവർ മനസ്സിലാക്കും ദേ വിൽ വർക്ക് വിത്ത് യുവർ മൈൻഡ്. വെൻ യു വർക്ക് വിത്ത് യുവർ മൈൻഡ് ഇറ്റ്സ് കോൾഡ് സ്മാർട്ട് വർക്ക്. അതിന് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. മൈൻഡിനൂടെ വർക്ക് ചെയ്യുമ്പോൾ സ്മാർട്ട്. മൈൻഡ് നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരത്തില്ല. ഇഷ്ടപ്പെട്ട ഒരു ആണിൻ്റെ കൂടെയോ പെണ്ണിൻ്റെ കൂടെയോ നിങ്ങൾ എത്ര നടന്നാലും നിങ്ങൾ ക്ഷീണിക്കില്ല. ക്ഷീണിച്ചാൽ അതിൻ്റെ പേര് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ നിങ്ങൾ നടന്നാലും ക്ഷീണിക്കില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട പണി നിങ്ങൾ എത്ര ചെയ്താലും നിങ്ങൾക്ക് ക്ഷീണം വരത്തില്ല. അപ്പോൾ ചിലർ നമ്മുടെ അടുത്ത് പറയും ഭയങ്കര ക്ഷീണമാണ്, നെക്ക് പെയിൻ, ബോഡി പെയിൻ എന്ന് പറഞ്ഞാൽ അവർ കാണുന്നത് അവൻ്റെ നെക്ക് പെയിൻ എന്നാണ്. നമ്മൾ കാണുന്നത് അത് വേറെ ആയിട്ടാണ്. അതിനായിട്ട് ഒരു ബന്ധവുമില്ല. ബിസോള് സർ, നമ്മൾ കോച്ചിങ് കൊടുക്കുന്നു, മെൻറ്ററിങ് കൊടുക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ സാറിൻ്റെ കോൺട്രിബ്യൂഷൻ ട്രെയിനിങ് മേഖലയിലാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മൈൻഡ് ട്രെയിനിങ് അല്ലാതെ വേറെ ഏതൊക്കെ ട്രെയിനിങ് മേഖലയിലാണ് നമുക്ക്? അല്ല, അവിടെ തന്നെ ഞാൻ വരുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസാണ്. ഇത് നന്നാകാതെ ഒന്നും നടക്കുന്നില്ല. കാരണം ഒരുത്ത വലിയ ബിസിനസ് മാനാണ്, പിന്നെ അവൻ കള്ളങ്ങാവും. കാരണം ഇവിടെ നമുക്ക് വേണ്ടിയത് വലിയ ബിസിനസ് മാൻ ആക്കുന്നതല്ല, അവൻ്റെ അകത്ത് ജെന്വിനിറ്റി വേണം. വി ഷുഡ് അട്രാക്ട് പീപ്പിൾ ഇൻ ടു അസ്. ഒരു തേനുണ്ടെങ്കിൽ തേനീച്ച വരും, ഉറുമ്പുണ്ട് പഞ്ചസാര ഉണ്ടെങ്കിൽ ഉറുമ്പുണ്ടാവും. അല്ലാതെ ആൾക്കാർ ഓടി നടന്ന് ബിസിനസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വീഴ്ത്തുന്ന പണിയല്ല. ഈ 4 പേരെ വീഴ്ത്തിയിട എന്ന് പറയുന്നതല്ല. പീപ്പിൾ ഷുഡ് കം ടു യു, അട്രാക്റ്റഡ് ടു യു, ട്രസ്റ്റിങ് യു. ഇതൊക്കെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതില്ലാതെ നമ്മൾ വലിയ ബിസിനസ്മാൻ ആണെങ്കിൽ നമ്മൾ നോക്കാം, അവൻ കഴിഞ്ഞ കാലൊക്കെ അവൻ ആരോ പൊക്കിയെടുത്തുകൊണ്ട് പോയി എന്ന് പറയും. നമുക്ക് വേണ്ടി ഇത് അങ്ങനെയല്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ബേസ് തന്നെ നന്നായിരിക്കണം. അകത്തുനിന്ന് ക്ലീൻ ആവാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ചീവ്മെന്റ്സ് ഫാസ്റ്റർ ആയിരിക്കും. കറക്റ്റാണ് സാർ പറഞ്ഞത്. കാരണം സാറ് പേഴ്സണാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ബോഡി ലാംഗ്വേജിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, മൈൻഡിൽ വർക്ക്. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു നല്ല പ്യുവർ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത്. ഒരു പ്യുവർ പേഴ്സണാലിറ്റിയാണ് നല്ല ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത്. അഫ്കോഴ്സ് ഇത് തന്നെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ന്യൂജൻ ബിസിനസ്സുകാരുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ 18 വയസ്സ് 20 വയസ്സിലൊക്കെ ബിസിനസ് ഫീൽഡിലേക്ക് വരുന്നവരുണ്ട്. അവർ കുറച്ചുകൂടെ പ്രാക്ടിക്കലാണെന്ന് തോന്നിയിട്ടുണ്ടോ സാറിന്? ഞാൻ ഈ ഇടയ്ക്ക് കുറേ സ്റ്റാർട്ടപ്സിന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് സെറ്റപ്പിലൊക്കെ മിനിസ്റ്ററൊക്കെ വിളിച്ച് ഞാൻ എടുത്തു. 3000 പേര് അറ്റൻഡ് ചെയ്തു. ട്രിവാൻഡ്രത്തായിരുന്നു, സ്റ്റേഡിയത്തിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുടങ്ങുന്ന എല്ലാവരും സക്സസ്ഫുൾ ആവില്ല. സക്സസ്ഫുൾ ആവുന്നവർ ടി വിയിലൊക്കെ കാണിക്കും, പത്രത്തിലൊക്കെ വരും. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു മെജോറിറ്റി ആൾക്കാർ ഫെയിലിയറായിട്ട് ഇന്ന് നമുക്ക് പറ്റത്തില്ല എന്ന് പോവുകയാണ്. ആക്ച്വലി നമ്മുടെ പ്രോഗ്രാം അവർക്കാണ് വേണ്ടിയത്.
കറക്റ്റ്. ഞാൻ ആ പോയിന്റ് അല്ലാതെ ജയിക്കുന്നവർക്കല്ല നമ്മൾ അതാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ബിസോൾ റിസർച്ച് ചെയ്തത് ഈ ഫെയിലിയർ ആയ സക്സസ് Failure ഇല്ല. ആണ്. അവനവിടെ അങ്ങനെ ആയിപ്പോയി. കറക്റ്റ്. ആ എക്സ്പീരിയൻസ് സക്സസ് സ്റ്റോറിയാണ് നമ്മൾ റിസർച്ച് ഈ കഴിഞ്ഞ കാലം മുഴുവൻ റിസർച്ച് ചെയ്തവിടെ. അവിടെ നമ്മൾ എടുത്തൊരു ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് കറക്റ്റ് അപ്രോച്ചാണ്, ബിസോളിന്റെ നല്ല അപ്രോച്ചാണ്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയത് ഇന്നർ സ്ട്രെങ്ത് ആണ്. കറക്റ്റ്. കാരണം വീണ് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഏനിക്കുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. കളിയാക്കും, നിനക്ക് പറ്റിയ പണിയല്ല, എന്താണ് ഇത് പറയുന്നത് സ്വന്തം അച്ഛനായിരിക്കും പറയുന്നത്. നിനക്ക് പറ്റിയ, ഞാനും ആദ്യം ട്രെയിനിങ് വന്നപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു നിനക്ക് പറ്റിയ പണിയല്ല. പിന്നെയാണ് വലിയ വലിയ സ്റ്റേജിൽ കാണുമ്പോൾ ആൾക്കാർ നെട്ടിയത്. അങ്ങനെ ഒന്നും നമുക്ക് പറ്റിയ പണിയല്ല, എല്ലാം നമുക്ക് പറ്റിയ പണി തന്നെയാണ്. ബട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ ആദ്യം മനസ്സിൽ നമ്മൾ പ്രിപ്പയർ ആവണം. അത് ഞാൻ 3 സ്റ്റേജ് പറയും. 1 ഈസ് ബീറ്റ്. എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം പോയി പുറത്തല്ല ആകേണ്ടത്, മനസ്സിൻ്റെ അകത്ത് പോയി അത് നമ്മൾ ആകണം ആയിക്കൊണ്ടേ ഇരുന്ന് അവസാനം മനസ്സിന് ബോധമില്ല ഭാഗ്യത്തിന്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരുന്ന മനസ്സത് വിശ്വസിക്കും. കാരണം ചേർത്താനെ പറ്റി പറഞ്ഞാൽ അത് വിശ്വസിക്കില്ലേ, ഇല്ലാത്ത ചേർത്താനെ വിശ്വസിക്കില്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് ആദ്യം നമ്മൾ മനസ്സിൻ്റെ അടുത്തേ പറയാവൂ. ആദ്യം അത് റിജക്റ്റ് ചെയ്യും, ആദ്യം അതിന് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറയും. അത് പിന്നെ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കഴിഞ്ഞ് ആദ്യം ബീറ്റ്. അപ്പോൾ അകവും ഞാനും ഒന്നിച്ചു. അതിൻ്റെ പേരാണ് യോഗ. അതിൻ്റെ പേരെന്താണ്? യോഗ. നമ്മളെല്ലാം കൂടിയ യോഗം കൂടി. ഞാനും എൻ്റെ മനസ്സും ഒന്നിച്ച് നിന്ന് വേണം ഒരു പണി ചെയ്യാൻ. മനസ്സിരുത്തി പഠിക്കണം, മനസ്സിരുത്തി പ്രവർത്തിക്കണം, മനസ്സിരുത്തി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ മനസ്സിനെ കൊണ്ട് ദൂരെ നിർത്തിയിട്ട് ഇവിടെ ബിസിനസ് അല്ല, ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ആദ്യം ഉണ്ടെങ്കിൽ മനസ്സിന് കൂടെ നിർത്തണം. അപ്പോൾ മനസ്സിന് വിശ്വാസം ഇല്ലെങ്കിൽ അത് മാറി നിൽക്കും. നമ്മുടെ ഫ്രണ്ട്സൊക്കെ മാറി നിൽക്കില്ലേ, അതേപോലെ അത് മാറി നിൽക്കും. അപ്പോൾ നമ്മളതിനെ പറഞ്ഞ് അടുത്ത് ഒന്നിച്ച് നിന്ന് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഫോക്കസ് ചെയ്താൽ ജയിച്ചേ പറ്റും. അപ്പോൾ ബിസിനസിന്റെ ബേസ് എന്ന് പറയുന്നത് പൈസയൊന്നുമല്ല, ഗവൺമെന്റ് സപ്പോർട്ടൊന്നുമല്ല. എല്ലാം ഉണ്ടായിട്ട് അകത്ത് പ്രശ്നമാണെങ്കിൽ ഈ എന്ന് പൂട്ടിന്ന് ചോദിച്ചാൽ മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും അകത്ത് സെറ്റായാൽ അവൻ ആയിരിക്കും, ആരും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതാണ് അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഗൈഡ്. അപ്പോൾ ബിസോൾട്ട് എന്താണ്? ആദ്യം prepare a person, then educate a person, give them sufficient tools. കാരണം ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലല്ലോ. വിശ്വാസം മാത്രം വെച്ചിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യുന്നത്, എവിടുന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നും എല്ലാം ഉണ്ടല്ലോ. ദർ ഇസ് സോ മെനി, ഒരു കുറേ ഏരിയാസ് ഉണ്ട് അവിടെ, ലോട്ട് ഓഫ് വെർട്ടിക്കൽസ്. അത് അപ്പോൾ എല്ലാ വെർട്ടിക്കൽസിലും ഫസ്റ്റ് വെർട്ടിക്കൽ ഇതാണ്. കൊച്ചു സ്കൂളിൽ പോകുമ്പോൾ ആദ്യം പഠിപ്പിക്കേണ്ടത് സ്കൂൾ നല്ലതാണെന്നും ടീച്ചർ നല്ലതാണെന്നും പറയണം. അല്ലാതെ ടീച്ചർമാർ മോശമാണ്, നിന്നെ അടിക്കും തല്ലുന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യം കൊച്ചിനെ സ്കൂളിൽ പോകാനുള്ള താല്പര്യം ഉണ്ടാക്കി കൊടുക്കണം. സെറ്റ് ദ മൈൻഡ്. അത് മൈൻഡ് സെറ്റ് എന്നാണ് പറയുന്നത്. മൈൻഡ് എന്ന് വെച്ചാൽ 6th സെൻസാണ്. അട്രാക്ഷൻ, റിപ്പൾഷൻ, ആകർഷണം വികർഷണത്തിൽ കിടക്കുന്ന സാധനമാണ്. പഠിക്കുന്ന കാര്യത്തിലേക്ക് ഇത് വേണ്ടാത്ത സ്ഥലത്താണ് കിടക്കുന്നത്. സിനിമ, മൊബൈൽ എന്നൊക്കെ പറയുന്ന എല്ലാം വേണ്ടാത്ത കറക്റ്റ് സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിനെ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ പണി. അത് കഴിഞ്ഞ് പഠിപ്പിക്കുന്നതെല്ലാം മറ്റു ആൾക്കാരുടെ പണിയാണ്. സോ ഇറ്റ്സ് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് സാറ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ ബിസോളിന് വളരെ സന്തോഷമുള്ള ഒരു മൊമെൻറ്റും കൂടിയാണിത്. ഡോക്ടർ മാണി പോൾ ബിസോളിനോടൊപ്പം ചേർന്ന് സന്തോഷമായ വിവരം അറിയിക്കുകയും കൂടിയാണ് ഈ ഒരു എപ്പിസോഡിലൂടെ. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ ഇനിയും മുന്നോട്ട് ഒരുപാട് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. എന്തായാലും ബിസോൾ ഈസ് എൻട്രിങ് ദ ഫീൽഡ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ആൻഡ് മെൻറ്ററിങ് എന്നൊക്കെ പറഞ്ഞ പല ഏരിയയിലാണ് അവർ ചെയ്യുന്നത്. ട്രെയിനിങ് എന്ന് പറയുന്നത് ചിലവർക്ക് വേണമെന്നൊന്നുമില്ല, എല്ലാ ലെവലിലും ട്രെയിനിങ് വേണം. എനിക്ക് തന്നെ ട്രെയിനിങ് വേണം. 30 കൊല്ലം പഠിപ്പിച്ചു വന്നിട്ട് കാര്യമൊന്നുമില്ല. എവരിബഡി നീഡ്സ് ടു ചേഞ്ച്. കറക്റ്റ്. നമ്മുടെ ബോഡി ലാംഗ്വേജ്, ടോൺ എന്ന് പറയും. ടോൺ എന്ന് വെച്ചാൽ എന്താ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ബിസോൾ വിൽ ടേക്ക് കെയർ ഓഫ് നോട്ട് ജസ്റ്റ് one area, it will take care of all the areas and see to that you are successful. All the best. See you.